മകൻ പറയുന്ന ഉത്തരായിരിക്കും ഞാനും പറയുന്നത്. കാരണം അവന്റെ ഇഷ്ടത്തിനല്ലേ ഞാനിനി ജീവിക്കേണ്ടത്. അവന്റെ ഭാര്യയായി പോയില്ലേ. എവിടെയാ അവന്റെ മുറി? തൽക്കാലം അവൻ വരുന്നത് വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം. എന്നിട്ട് തീരുമാനിക്കാം ഞാൻ എവിടെ താമസിക്കണമെന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചാ ഞാൻ വന്നിരിക്കില്ല. ഇനിയുള്ള കാലം ഞാൻ ജീവിക്കാൻ പോകുന്നതേ ആന്റിയുടെ മോന്റെ കൂടെ ആയിരിക്കും. വെറുതെ വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങളല്ലേ? ഞാൻ സമാധാനപരമായിട്ട് എന്റെ ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ വന്നപ്പോ നിങ്ങളല്ലേ എന്നെ തടയുന്നേ? കുട്ടി കാണിക്കുന്നത് കയ്യേറ്റമാണ്. വീട് കയറിയുള്ള കയ്യേറ്റം. പോലീസിനെ വിളിച്ചാലേ അകത്താവും. വിളിച്ചോളൂ, പോലീസ് വരട്ടെ. ഞാൻ ചാനലുകാരെയും വിളിക്കാം. എന്നിട്ട് ഈ വീടിന് മുന്നിൽ സത്യാഗ്രഹവും ഇരിക്കാം. മാണിക്കോത്ത് മഹേന്ദ്രന്റെ പേര് വാനോളം ഉയരുകയും ചെയ്യും. എന്താ സ്വാമി, പോലീസിനെ വിളിക്കുന്നില്ലേ? അപ്പൊ പിന്നെ എനിക്ക് അകത്ത് പോയി വിശ്രമിക്കാലോ. ഡേസി, അകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ശിവന്റെ അച്ഛൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നീ അകത്തേക്ക് പോണോ അതോ പുറത്തേക്ക് പോണോന്ന്. പുറത്തേക്ക് പോകുന്ന കാര്യമേ നടക്കില്ല. എന്റെ പപ്പ എവിടെ? പപ്പയുടെ പെങ്ങളുടെ മകന്റെ കൂടെ എന്റെ കല്യാണം നടത്താൻ പോവാ. ശിവന്റെ താലിയും കഴുത്തിലിട്ടോണ്ട് ഞാൻ എങ്ങനെയാ മറ്റൊരാളുടെ ഭാര്യ ആവുന്നത്? അതുകൊണ്ട് എന്നെ ഇവിടെ കൊന്നാലും കുഴപ്പമില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അതുകൊണ്ടൊരു തീരുമാനാവുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ. അയ്യോ സ്വാമി, ഇത് അകത്തേക്ക് വിളിച്ചെത്തുന്നതാ ബുദ്ധി. അല്ലെങ്കിൽ നാട്ടുകാരറിഞ്ഞ് ആകെ നാണക്കേടാകും. ഈശ്വര, ഇതുപോലുള്ള വിഷവിത്തുകൾ ആശ്രമത്തിൽ കയറാതെ നോക്കുക. അതിന്റെ ക്ഷീണം അങ്ങയ്ക്ക് തന്നെ ആയിരിക്കും. മേലാൽ ആ കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ വീണ്ടും നമ്മൾ തമ്മിൽ കാണേണ്ടി വരും. പിന്നെ നീ ഉണ്ടാവില്ല. ഓർമ്മയിൽ നീ കുറിച്ചു വെച്ചോ. ഇയാളെങ്ങനെയാ ഈ ആശ്രമത്തിലെത്തിയത്? എന്നെ കാണാനായിട്ട് വന്നതാ. പക്ഷേ ഇയാൾ ഇത്തരക്കാരനായിരിക്കുന്ന ഞാൻ അറിഞ്ഞില്ല സ്വാമി. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും തെറ്റു തന്നെയാണ്. അതിനുള്ള ശിക്ഷയും അനുഭവിക്കണം. ഇനി സുഹാസിനി ഈ ആശ്രമത്തിൽ തുടരണമെന്നില്ല. ഇല്ല സ്വാമി, ഇതിലെനിക്ക് ഒരു പങ്കുമില്ല. ഇതെല്ലാം ചെയ്ത ഇയാൾ മാത്രം. ഇയാളെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി എന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത്തവണത്തേക്ക് മാപ്പ് തരണം. അറിയാതെ പറ്റിപ്പോയ അബദ്ധം. മാപ്പ് തരണം സ്വാമി. അറിയാതെ പറ്റിപ്പോയ അബദ്ധം. ആളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട ആത്മഹത്യ ചെയ്യാതെ വേറെ വഴിയില്ല. ഇനി എന്നിൽ നിന്നും ഇതുപോലൊന്നും ഉണ്ടാവില്ല സ്വാമി. എന്നെ പറഞ്ഞു വിടല്ലേ. ആശ്രമത്തിന് കളങ്കമുണ്ടാക്കാൻ നോക്കിയത് ക്ഷമിക്കാനാവില്ല. അയ്യോ, ഞാനിത് പോലീസിൽ അറിയിക്കും. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യാൻ വേണ്ടി പരിപാവനമായ ഈ ആശ്രമം തിരഞ്ഞെടുത്തത് ക്ഷമിക്കാനാവില്ല ഒരിക്കലും. സ്വാമി,
ഈ ഒരു പ്രാവശ്യത്തേക്ക് സുഹാസിനിക്ക് മാപ്പ് കൊടുക്കണം. ഇവിടെ നിന്ന് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. സ്വാമി, മാപ്പ് ഓർക്കണം. ഇനി ഒരു തെറ്റും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞാൻ നിരപരാധിയാ. ഞാൻ അറിയാതെ ഇതെല്ലാം നടന്നത്. സ്വാമി എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. മാപ്പ് സ്വാമി. നിങ്ങൾ വിളിച്ചപ്പോ ഞാനൊരു മീറ്റിംഗിലായിരുന്നു. അതാ ഫോൺ എടുക്കാതിരുന്നത്. പിന്നീട് നീ വിളിച്ചു പറഞ്ഞതൊന്നും എനിക്ക് അങ്ങോട്ട് വ്യക്തമായിട്ട് കേൾക്കാനും പറ്റിയില്ല. ആര് വന്നു എന്നുള്ള കാര്യമാണ് നീ പറഞ്ഞത്. ആ, ഡെയ്സി, ഇതെന്താ ഇവിടെ? ഞാനിനി ഇവിടുന്ന് പോകുന്നില്ല അച്ഛൻ. ഞാനിനി താമസിക്കാൻ പോകുന്നത് ഈ വീട്ടിലാ. അതെങ്ങനെ ശരിയാവും? ശിവൻ ഇവിടെയാണ് താമസമെങ്കിൽ നീ പറയുന്നത് ന്യായമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ താമസിക്കുന്നത് ഞാനും എന്റെ ഭാര്യ നിർമ്മലയും മാത്രമാണ്. എന്റെ 2 മക്കളും ഇപ്പൊ ഞങ്ങളുടെ കൂടെയില്ല. എന്റെ വാക്കുകൾ കേട്ട് ജീവിക്കാത്തത് കൊണ്ട് ഞാൻ അവരെ എന്റെ മക്കളായിട്ട് കണക്കാക്കുന്നതുമില്ല. അപ്പൊ പിന്നെ നീ എന്ത് ബന്ധത്തിന്റെ പുറത്ത് ഇവിടെ നിൽക്കുന്നു?